അല്ല ഇതെന്താ ബാക്കായിട്ട്? കുറച്ചു ദിവസം ഇവിടെ താമസിക്കാന്ന് കരുതി. സാധാരണ കല്യാണം കഴിഞ്ഞ അനിയത്തിമാര് വീട്ടിലേക്ക് വരുമ്പോ ചേട്ടന്മാർക്ക് സന്തോഷം ഉണ്ടാവാറ്. അതിന് നീ സാധാരണ അനിയത്തിയല്ലോ. എടാ നിന്റെ വീട്ടിലെ ഇപ്പൊ ആവശ്യത്തിന് അധികം പ്രശ്നങ്ങളുണ്ട്. തൽക്കാലം നീ ഇതൊക്കെ ഡീൽ ചെയ്യ്. നമുക്കേ വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ പോവാ. നീ ചുമ്മാ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങില്ല എന്ന് എനിക്കറിയാം. കാര്യം എന്താന്ന് പറ. അത് അവിടെ ശാലിനിയും ഗോപാൽജിയും കൂടെ എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഏട്ടാ. എന്തു പറ്റി? സ്വപ്നയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല. അതറിഞ്ഞപ്പോൾ മുതൽ ശാലിനിയും ഡാഡിയും എന്നെ ഇവളെ ഡിവോഴ്സ് ചെയ്തിട്ട് വേറെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുക. പക്ഷെ ഞാൻ സ്വപ്നയെ ഒരിക്കലും കൈവിടില്ല എന്ന് പറഞ്ഞു. നിങ്ങളിവിടെ താമസിക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഞാൻ കുറെ പ്രശ്നങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത്. ഇനി നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൂടി ഈ പടി കടന്ന് വന്നാൽ രണ്ടെണ്ണത്തിനെ ഞാൻ പുറത്താക്കും. എന്താ ഗിരിയേട്ടാ ഇത്? ഇവരാകെ തകർന്ന അവസ്ഥയിലായി വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഇവരോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? കുറച്ചെങ്കിലും മനുഷ്യത്വം കാണിച്ചൂടെ? ഇതുപോലൊരുത്തിയോട് മനുഷ്യത്വം കാണിച്ചതുകൊണ്ട് എന്റെ കുടുംബം തകർന്നത്. ദയയും കരുണയൊക്കെ അത് അർഹിക്കുന്നവരുടെ കാണിക്കാൻ പാടുള്ളൂന്ന് വൈകിയാണെങ്കിലും ഞാൻ മനസ്സിലാക്കി.